2023 വർഷങ്ങൾക്ക് മുൻപ് നരനായി ഈ ഭൂമിയിൽ ജന്മം കൊണ്ട പ്രേമ സ്വരൂപനായ ലോക പരിപാലകനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. ആയിരം കിലോമീറ്ററുകൾക്കപ്പുറത്ത് ദേവദാരു വൃക്ഷങ്ങളുടെ, മുന്തിരി പൂവള്ളുകളുടെ, ഈന്തപ്പന കുലകളുടെ ശീതള ചായയിൽ പരിലസിക്കുന്ന യെരുശലേമിലെ ബേദലഹേമിൽ മഞ്ഞുവിരിഞ്ഞ വിൺരാത്രിയിൽ മാനവർക്ക് കുളിരിൽ സൗരഭ്യം പകർന്നുകൊണ്ട് ഒരു ദിവ്യ ശിശു പിറന്നു. ആ ലോകരക്ഷകന്റെ ജന്മദിനമാണല്ലോ നാം ഇന്ന് ഈ സായം സന്ധ്യയിൽ ആഘോഷിക്കുന്നത്. ഇന്നലെയുടെ ചരിത്രത്തിലെ ഒരു ധന്യമായ മുഹൂർത്തമായി ഈ മുഹൂർത്തം മാറട്ടെ. ഈ അനുഗ്രഹീതമായ രാത്രിയിലെ മഞ്ഞുതുള്ളികളാൽ മുഖരിതമായ ഈ അന്തരീക്ഷത്തിൽ, ഈ ക്രിസ്തുമസ് നാളിൽ നമ്മുടെ പ്രാണപ്രിയനോടുള്ള പ്രേമത്തിന്റെ വാചകങ്ങളെ പൂത്തുലയുന്നത് സാത്താന്റെ ശക്തികൾ കാണട്ടെ. സാത്താന്റെ കോട്ടക്കൊത്തളങ്ങൾ തകരട്ടെ. സിംഹാസനങ്ങൾ ഇടിഞ്ഞു വീഴട്ടെ. ഈ രാത്രി ക്രിസ്തുവിനോടുള്ള പ്രേമത്തിന്റെ, അഗാധ പ്രേമത്തിന്റെ രാത്രിയായി തീരട്ടെ. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, നാം ഈ ഭൂമിയിൽ പരസ്പരം സ്നേഹത്തോടെ, പ്രേമത്തോടെ ജീവിക്കേണ്ടവരാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടിൽ അനേകർ അമിതാഭ് ബച്ചനെ പ്രേമിക്കുന്നവരുണ്ട്, ഷാരൂഖ് ഖാനെ പ്രേമിക്കുന്നവരുണ്ട്, ജോൺ എബ്രഹാമിനെ പ്രേമിക്കുന്നവരുണ്ട്, ഐശ്വര്യ റായിയെ പ്രേമിക്കുന്നവരുണ്ട്, കാവ്യ മാധവനെ പ്രേമിക്കുന്നവരുണ്ട്. മഞ്ജു വാര്യരുടെ വിവാഹം ഡൈവോഴ്സിലെത്തിയപ്പോൾ പല ക്രൈസ്തവ കുടുംബങ്ങളിലെ ചെറുപ്പക്കാർക്കും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. മഞ്ജു വാര്യർ ഏകയായി പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട്. എന്നാൽ ഈ ഹാളിന്റെ അകത്തളത്തിലായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ പറയട്ടെ, സഹോദരി സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നാം ആരെയാണ് പ്രേമിക്കേണ്ടത്? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആരെയാണ് പ്രേമിക്കേണ്ടത്? അനന്തവിശാലമായ വിഹായസിനെ സൃഷ്ടിച്ച, ആ വിഹായസിൽ മിന്നത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച, പച്ചപ്പട്ടുപോലെയുള്ള പ്രവിശാലമായ ഭൂമിയെ സൃഷ്ടിച്ച, അമ്പിളിയമ്മാവനോട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന പർവ്വതങ്ങളെ സൃഷ്ടിച്ച, ആ പർവ്വതങ്ങളെ അടിവാരത്ത് കൂടി കളകളാരവം മുഴക്കിക്കൊണ്ട് ഒഴുകുന്ന കൊച്ചു കൊച്ചു അരുവികളെ സൃഷ്ടിച്ച, ആ അരുവികൾ ചെന്ന് പതിക്കുന്ന, അലറി വിളിക്കുന്ന സമുദ്രത്തെ സൃഷ്ടിച്ച, ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഊളിയിട്ട് നീങ്ങുന്ന മത്സ്യങ്ങളെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ ഹരിതാപമാക്കിയ കൊടും കാടുകളെ, ആ കാടുകളിലെ ഗർജിക്കുന്ന സിംഹങ്ങളെ, ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളെ, അലറി വിളിക്കുന്ന ചെമ്പുലികളെ, കോടാനുകൂടി ചെറിയ ചെറിയ ജീവികളെ എല്ലാറ്റിനെയും സൃഷ്ടിച്ച, സർവ്വതനെയും സൃഷ്ടിച്ച, സർവ്വതനെയും പരിപാലിക്കുന്ന, സർവ്വതനെയും സംരക്ഷിക്കുന്ന, ഉദ്ദേശിക്കുമ്പോൾ സർവ്വതനെയും സംഹരിക്കുന്ന സർവേശ്വരനും സർവജ്ഞനും സർവലോക സംരക്ഷകനും സർവാധിപതിയും സർവഗുണ സമ്പൂർണനുമായ ആ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെയാണ് നാം പ്രേമിക്കേണ്ടത്. അങ്ങനെ ക്രിസ്തുവിന്റെ മാത്രം പ്രേമ ഭാജനങ്ങളായി തീരുവാൻ ഈ ക്രിസ്മസ് രാത്രിയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ക്രിസ്തുവിന്റെ ജന്മം നമ്മൾക്കെല്ലാം അറിയാം. അഗാധമായി ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ബേദലഹേമിൽ ദിവ്യ ശിശു പിറന്നു. ജൂതന്മാരുടെ രാജാവാകുമെന്ന് അന്ന് പറയപ്പെട്ട ആ ശിശുവിന് 2 വയസ്സിൽ താഴെ പ്രായമുള്ള സമയത്ത് യേശുവിന്റെ കുഞ്ഞിക്കാലുകൾ പിച്ചവയ്ക്കും മുമ്പ് തന്റെ ജന്മവേളയിൽ മാനത്ത് കണ്ട വെള്ളി നക്ഷത്രം മാനവർക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായി കണ്ടപ്പോൾ ആ നക്ഷത്രം അശാന്തിയായിട്ടായിരുന്നു ഹെരോദാവ് കണ്ടത്. അവനെ വളരാൻ നാം അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട്, ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: അവനെ നാം വധിക്കും, കിരാതമായി കൊന്നുകളയും. കൈസറിന് കപ്പം കൊടുത്തുകൊണ്ട് നാം ഇരിക്കുന്ന ഈ രാജസിംഹാസനം കാലിത്തൊഴുത്തിൽ പിറന്ന ഒരു പീറച്ചെറുക്കന് കൈമാറുകയോ? വിരളി പൂണ്ട ഹെരോദാവ് ബേദലഹേമിലെ അമ്മമാരുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന പൊന്നോമനകളാം ഉണ്ണികളെ അരിഞ്ഞു തള്ളി
ബേദലഹീം പ്രകമ്പനം കൊണ്ടു. നിർമ്മലരാം ബാലന്മാരുടെ ചോരകളാൽ ബേദലഹീം മണ്ണ് ചുവന്നു. കീറിയെറിഞ്ഞ ശോള പുഷ്പങ്ങൾ പോലെ ചിന്നിത്തെറിച്ച കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങൾ, അമ്മമാരുടെ കൂട്ടക്കരച്ചിൽ, ഹൃദയം പൊട്ടി പലരും മരിച്ചു. ഹെരോദാവ് ആർത്തചിരിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് ഉല്ലാസവീരനായി ഇപ്രകാരം പറഞ്ഞു: മരിച്ച കൂട്ടത്തിൽ ഉണ്ണിയേശുവുമുണ്ടല്ലോ. പ്രിയരെ, അപ്പോഴേക്കും ദൈവഹിതത്താൽ ജോസഫും കുടുംബവും ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെട്ടിരുന്നു. നാളുകൾ കഴിഞ്ഞു. പിൽക്കാലത്ത് ഹെരോദാവ് രോഗിയായി വിരൂപനായി ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ ബേത്ലഹേമിലെ പൊന്നോമനകളാം നിർമ്മലരാം ബാലന്മാരെ അതിക്രൂരമായി കിരാതമായി കൊന്നുതള്ളിയ, ക്രൂര താണ്ഡവമാടിയ ആ കിരാതന്റെ മരണശേഷം ജോസഫും കുടുംബവും നസ്രത്തിലെത്തി. കനിവിന്റെ നിറകുടമായ, ലോകത്തിന് എന്നും പ്രകാശമായ, ദൈവം കനിഞ്ഞു നമ്മൾക്ക് നൽകിയ, മാനവരാശിക്ക് സ്നേഹത്തിന്റെ ദീപമായ യേശുവിന്റെ ബാല്യം കഷ്ടങ്ങളും പീഡനങ്ങളുമായിരുന്നു. മുല്ലയും ലില്ലിയും ജമന്തിയും റോസുമെല്ലാം ഒരുമിച്ച് ഒരുമയോടെയും സ്വരുമയോടെയും വിസരിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയിൽ, ഈ കാലഘട്ടത്തിൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഉഗ്രവാദത്തിന്റെയും പിടിയിലമർന്ന് മാനവൻ പരസ്പരം പോരാടുകയും സംഘർഷ അനീതിയുടെ പാതയിലൂടെ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ പരസ്പരം സ്നേഹിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, ഒരുക്കുന്നതാണ് ക്രിസ്തുമസിന്റെ ആനുകാലിക സന്ദേശം. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നന്മ പകരുന്ന ഉറവിടങ്ങളായി, വിളക്ക് മാടങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിലൂടെ പുതുക്കുവാൻ ക്രിസ്തുമസിലൂടെ ഇടയാകട്ടെ എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടും നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ, നിന്നെ ശക്തനാക്കാൻ, നിന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി ക്രിസ്തു നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള മുഴുവൻ സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ എന്റെ 1000 ക്രിസ്തുമസ് ആശംസകൾ.